ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. റെയിൽവേയുടെ ഭാവിയിലെ ലോക്കോ പൈലറ്റുമാരെ, ടെക്നീഷ്യന്മാരെ എല്ലാവർക്കും സ്വാഗതം. RRB പരീക്ഷകളിലെ ബയോളജിയിൽ നിന്ന് ഉറപ്പായും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രണ്ട് ടോപ്പിക്കുകളാണ് സെൽ ഡിവിഷനും ടിഷ്യൂസും, അതായത് കോശവിഭജനവും കലകളും. ഇന്ന് നമ്മൾ ഈ ഭാഗം വളരെ സിമ്പിളായി നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഉദാഹരണങ്ങൾ വെച്ച് പഠിക്കാൻ പോകുകയാണ്. ഈ ക്ലാസ് കഴിയുമ്പോഴേക്കും ഈ ടോപ്പിക്കിൽ നിന്ന് ഏത് ചോദ്യം വന്നാലും നിങ്ങൾ ഉത്തരം പറയും, അത് ഉറപ്പാണ്. നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ചോദ്യത്തിൽ നിന്ന് തുടങ്ങിയാലോ? നിങ്ങളുടെ കയ്യിലൊരു പേപ്പർ കൊണ്ട് ചെറുതായിട്ടൊന്ന് മുറിയുന്നു. അതേസമയം നിങ്ങൾ ശ്രദ്ധിക്കാതെ തന്നെ നിങ്ങളുടെ ഹൃദയം ഒരു സെക്കൻഡ് പോലും നിർത്താതെ മിടിച്ചുകൊണ്ടിരിക്കുന്നു. ഇവ തമ്മിൽ എന്താണൊരു കോമൺ കണക്ഷൻ? ഒന്നാലോചിച്ചു നോക്കൂ. ഒന്ന് പുറമേയുള്ളൊരു മുറിവ്, മറ്റേത് ശരീരത്തിനുള്ളിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പ്രവൃത്തി. എവിടെയാ ഇതിൻ്റെയൊക്കെ ബന്ധം കിടക്കുന്നത്? അതിൻ്റെ ഉത്തരം എന്താണെന്നറിയോ? ഇവ രണ്ടും മാനേജ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു സീക്രട്ട് ബ്ലൂ പ്രിൻ്റാണ്. ആ ബ്ലൂ പ്രിന്റിന്റെ പേരാണ് സെൽസ് ആൻഡ് ടിഷ്യൂസ്. അതെ, കോശങ്ങളും കലകളും. ഈ ഒരു അടിസ്ഥാന കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ പരീക്ഷയിലെ ഏത് കൺഫ്യൂസിംഗ് ചോദ്യത്തിനും സിമ്പിളായി ഉത്തരം കണ്ടെത്താം. അപ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ ഈ അത്ഭുത ബ്ലൂ പ്രിന്റിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലാം. ഈ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് കവർ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം. ഒന്നാമതായിട്ട് നമ്മുടെ ശരീരം എങ്ങനെയാണ് വളരുന്നത്, മുറിവുകളൊക്കെ എങ്ങനെയാണ് തനിയുണങ്ങുന്നത് എന്ന് നമ്മൾ പഠിക്കും. രണ്ടാമത് നമ്മളെ ഓരോരുത്തരെയും ഉണ്ടാക്കിയിരിക്കുന്ന 4 ബേസിക് ടിഷ്യൂകളെക്കുറിച്ച് ഡീറ്റെയിലായി മനസ്സിലാക്കും. പിന്നെ ഏറ്റവും പ്രധാനമായി ഈ ഭാഗത്തുനിന്ന് മുൻവർഷങ്ങളിൽ ചോദിച്ച ഒറിജിനൽ എക്സാം ചോദ്യങ്ങൾ നമ്മൾ ഒരുമിച്ച് സോൾവ് ചെയ്യും. റെയിൽവേ എക്സാം ക്രാക്ക് ചെയ്യണമെന്ന് ശരിക്കും ആഗ്രഹമുണ്ടെങ്കിൽ ഫുൾ സിലബസ് ഇതുപോലെ അടിപൊളിയായി പഠിക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. കാരണം ഈ ക്ലാസ്സുകളൊക്കെ നമ്മൾ തയ്യാറാക്കുന്നത് ഒരു പവർഫുൾ AI പ്ലാറ്റ്ഫോം ഉപയോഗിച്ചാണ്. അതുകൊണ്ട് എത്ര ബുദ്ധിമുട്ടുള്ള വിഷയവും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കി തരാൻ ഞങ്ങൾക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. സെൽ ഡിവിഷൻ അഥവാ കോശവിഭജനം. ടിഷ്യൂസിനെ പറ്റി പഠിക്കുന്നതിന് മുൻപ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മളെല്ലാവരും ഒരൊറ്റ സെല്ലിൽ നിന്നാണ് തുടങ്ങിയത്. ആ ഒരൊറ്റ സെല്ല് വിഭജിച്ച് ഡിവൈഡ് ചെയ്ത് കോടിക്കണക്കിന് സെല്ലുകളായി മാറിയാണ് നമ്മളിന്നീ കാണുന്ന രൂപത്തിലായത്. അപ്പോൾ നമ്മുടെ വളർച്ചയുടെയും പ്രത്യുൽപാദനത്തിൻ്റെയും ഒക്കെ ബേസിക് രഹസ്യം ഈ സെൽ ഡിവിഷനിലാണ്. മെയിനായിട്ട് 2 ടൈപ്പ് സെൽ ഡിവിഷനാണ് നമ്മുടെ ബോഡിയിൽ നടക്കുന്നത്: മൈറ്റോസിസ്, പിന്നെ മിയോസിസ്. ഇത് ഓർത്തു വെക്കാനൊരു എളുപ്പവഴിയുണ്ട്. മൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ സിമ്പിളായി ഒരു ഫോട്ടോ കോപ്പി മെഷീൻ പോലെയാണ്. ഒരേപോലെയുള്ള കോപ്പികൾ ഒരു മാറ്റവുമില്ലാത്ത തനിപ്പകർപ്പുകൾ ഉണ്ടാക്കുന്നു. എന്തിനാണിത്? നമ്മുടെ വളർച്ചയ്ക്കും ശരീരത്തിൽ വരുന്ന കേടുപാടുകൾ ശരിയാക്കാനും. പക്ഷെ മിയോസിസ് അങ്ങനെയല്ല. അത് ഓരോ തവണയും ഒരു പുതിയ യുണീക്ക് ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കുന്നത് പോലെയാണ്. ഇത് റീപ്രൊഡക്ഷന്, അതായത് പ്രത്യുൽപാദനത്തിനു വേണ്ടി മാത്രമുള്ള ഒരു സ്പെഷ്യൽ പ്രോസസ്സാണ്. ദാ ഈ ചിത്രത്തിലേക്കൊന്ന് നോക്കിക്കേ. ഇവിടെ ഈ 2 പ്രോസസ്സും വളരെ ക്ലിയറായിട്ട് കാണാം. ഇടതുവശത്ത് മൈറ്റോസിസ്, ഒരു പാരന്റ് സെല്ല് ഡിവൈഡ് ചെയ്ത് അതേപോലെയുള്ള 2 ഡോട്ടർ സെൽസ് ഉണ്ടാവുന്നു. നേരത്തെ പറഞ്ഞ പേപ്പർ കട്ടിന്റെ കാര്യം ഓർമ്മയില്ലേ? ആ മുറിവുണങ്ങി അവിടെ പുതിയ സ്കിന്ന് വരുന്നത് ഈ മൈറ്റോസിസ് വഴിയാണ്. ഇനി വലതുവശത്ത് നോക്കൂ, ഇതാണ് മിയോസിസ്. ഇവിടെ ഒരു പാരന്റ് സെല്ല് ഡിവൈഡ് ചെയ്ത് 4 വ്യത്യസ്തമായ യുണീക്കായ ഡോട്ടർ സെൽസ് ഉണ്ടാവുന്നു. ഇതിനെയാണ് നമ്മൾ ഗാമീറ്റ്സ് എന്ന് പറയുന്നത്. അതായത് പുരുഷന്മാരിൽ സ്പേം അഥവാ ബീജം, സ്ത്രീകളിൽ എഗ് അഥവാ അണ്ഡം എന്നിവ. ഇനി പരീക്ഷയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റായ ഈ ടേബിള് നമുക്കൊന്ന് നോക്കാം. മിറ്റോസിസ് നടക്കുന്നത് സൊമാറ്റിക് സെൽസിലാണ്, അതായത് നമ്മുടെ സാധാരണ ബോഡി സെൽസിൽ. പക്ഷെ മിയോസിസ് നടക്കുന്നത് ജേം സെൽസിൽ മാത്രമാണ്, അതായത് പ്രത്യുൽപാദന കോശങ്ങളിൽ. മിറ്റോസിസിന്റെ ആവശ്യം വളർച്ചയും റിപ്പയറിംഗുമാണ്. മിയോസിസിന്റെ ആവശ്യം പ്രത്യുൽപാദനമാണ്. മിറ്റോസിസിൽ 2 ഡോട്ടർ സെൽസ് ഉണ്ടാകുമ്പോൾ മിയോസിസിൽ 4 എണ്ണം ഉണ്ടാകും. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റായ വ്യത്യാസം: ക്രോമസോമുകളുടെ എണ്ണം. മിറ്റോസിസിൽ ക്രോമസോം നമ്പർ ഡിപ്ലോയിഡ് ആയിരിക്കും, അതായത് പാരന്റ് സെല്ലിൽ എത്ര ക്രോമസോം ഉണ്ടോ അത്രയും തന്നെ ഡോട്ടർ സെൽസിലും ഉണ്ടാകും. പക്ഷെ മിയോസിസിൽ ഇത് ഹാപ്ലോയിഡ് ആയിരിക്കും, അതായത് ക്രോമസോമുകളുടെ എണ്ണം നേരെ പകുതിയാകും. ഈ ഡിപ്ലോയിഡ്, ഹാപ്ലോയിഡ് എന്ന വാക്കുകൾ മറക്കരുത് കേട്ടോ. പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കുന്ന ഒരു ഭാഗമാണിത്. അപ്പോൾ ഒരു സെൽ എങ്ങനെ കോടിക്കണക്കിനായി എന്ന് നമ്മൾ കണ്ടു. ഇനി ഈ സെല്ലുകളൊക്കെ കൂട്ടം കൂടി ടിഷ്യൂസ് അഥവാ കലകളാകുന്നത് എങ്ങനെയെന്ന് നോക്കാം. സെല്ലുകൾ ഇഷ്ടികകളാണെങ്കിൽ ടിഷ്യൂസ് എന്ന് പറയുന്നത് ആ ഇഷ്ടികകൾ കൊണ്ട് കെട്ടിയ ചുമരുകൾ പോലെയാണ്. ഓരോ ചുമരിനും ഓരോ പ്രത്യേക ജോലിയുണ്ട്. നമ്മുടെ ബോഡിയിൽ മെയിനായിട്ട് 4 ടൈപ്പ് ടിഷ്യൂസാണുള്ളത്. ഒന്ന് എപ്പിത്തീലിയൽ ടിഷ്യൂ, നമ്മുടെ പ്രൊട്ടക്ടർ, അതായത് ശരീരത്തിനൊരു കവചം പോലെ പ്രവർത്തിക്കുന്നു. 2 കണക്റ്റീവ് ടിഷ്യൂ, പല ഭാഗങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ബൈൻഡർ. 3 മസ്കുലർ ടിഷ്യൂ, ചലനത്തിന് സഹായിക്കുന്ന നമ്മുടെ മൂവർ. 4 നെർവസ് ടിഷ്യൂ, ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും മെസ്സേജ് എത്തിക്കുന്ന മെസ്സഞ്ചർ. ഈ 4 RRB എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്നത് കണക്റ്റീവ് ടിഷ്യൂവിൽ നിന്നാണ്. കാരണം ഇത് വളരെ വെറൈറ്റിയുള്ള ഒരു ഗ്രൂപ്പാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? നമ്മുടെ ബ്ലഡും ബോണും കാർട്ടിലേജുമൊക്കെ കണക്റ്റീവ് ടിഷ്യൂസാണ്.
പേര് പറയുന്നത് പോലെ തന്നെ ഇതിന്റെ മെയിൻ പണി ശരീരത്തിലെ മറ്റ് ടിഷ്യൂകളെ തമ്മിൽ കണക്ട് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയുമാണ്. ഈ കണക്റ്റീവ് ടിഷ്യൂസിൽ ഏറ്റവും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന പക്ഷെ ഉറപ്പായും ചോദ്യം വരുന്ന ഒരു ഭാഗം പഠിക്കാൻ നമുക്ക് ഈ കാൽമുട്ടിന്റെ ചിത്രം നോക്കാം. ക്രിക്കറ്റ് കളിക്കാർക്കും ഫുട്ബോൾ കളിക്കാർക്കുമൊക്കെ ലിഗമെന്റ് ടയർ ഉണ്ടായി എന്നൊക്കെ നമ്മൾ കേൾക്കാറില്ലേ? എന്താണ് ഈ ലിഗമെന്റ്, എന്താണ് ടെൻഡൻ, ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമുക്ക് നോക്കാം. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1 മാർക്ക് ഉറപ്പിക്കാൻ ഈ കോഡ് മാത്രം പഠിച്ചാൽ മതി. ലിഗമെന്റ് ഒരു എല്ലിനെ മറ്റൊരു എല്ലുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്. ഓർത്തുവെക്കാനുള്ള കോഡാണ് BLB, അതായത് ബോൺ ലിഗമെന്റ് ബോൺ. എന്നാൽ ടെൻഡൻ ഒരു മസിലിനെ എല്ലുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്. ഇതിന്റെ കോഡാണ് MTB, മസിൽ ടെൻഡൻ ബോൺ. ഈ 2 കോഡുകളും മനസ്സിൽ ഉറപ്പിച്ചോ. BLB, MTB. 1 മാർക്ക് ഷുവ. ലിഗമെന്റും ടെൻഡനും മാത്രമല്ല മറ്റ് കണക്റ്റീവ് ടിഷ്യൂകളുമുണ്ട്. ഉദാഹരണത്തിന് ബ്ലഡ്, അതായത് നമ്മുടെ രക്തം. പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കാറുണ്ട് ബ്ലഡ് ഏത് ടൈപ്പ് ടിഷ്യൂ ആണെന്ന്. ഉത്തരം ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ. അതുപോലെ നമ്മുടെ ശരീരത്തിന് ഒരു ഷേപ്പ് തരുന്ന ബോൺ, അതായത് എല്ല്, പിന്നെ കൊഴുപ്പ് സംഭരിച്ചു വയ്ക്കുന്ന അഡിപ്പോസ് ടിഷ്യൂ എന്നിവയെല്ലാം കണക്റ്റീവ് ടിഷ്യൂസിന് ഉദാഹരണങ്ങളാണ്. ഓക്കെ, അപ്പോൾ കണക്റ്റീവ് ടിഷ്യൂസ് സെറ്റായി. ഇനി നമ്മുടെ ശരീരത്തിലെ ചലനത്തിനും കമ്മ്യൂണിക്കേഷനും കാരണക്കാരായ മസ്കുലർ ടിഷ്യൂകളെയും നെർവസ് ടിഷ്യൂകളെയും പറ്റി പെട്ടെന്ന് പഠിക്കാം. നമുക്ക് 3 തരം മസിൽ ടിഷ്യൂകളാണുള്ളത്. ഒന്ന് വോളണ്ടറി മസിൽസ്, അതായത് നമ്മുടെ ഇഷ്ടത്തിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന മസിൽസ്. ഉദാഹരണത്തിന് നമ്മൾ കൈപൊക്കുന്നതും നടക്കുന്നതുമൊക്കെ. 2 ഇൻവോളണ്ടറി മസിൽസ്. ഇവ നമ്മുടെ കൺട്രോളിലല്ല. നമ്മുടെ വയറ്റിൽ ഭക്ഷണം ദഹിക്കുന്നത് നമ്മൾ അറിഞ്ഞുകൊണ്ടല്ലോ, അതാണ് ഇൻവോളണ്ടറി. 3ാമത്തത് ഒരു സൂപ്പർസ്റ്റാറാണ്, കാർഡിയാക് മസിൽ. ഇത് നമ്മുടെ ഹൃദയത്തിൽ മാത്രം കാണുന്ന ഒരു സ്പെഷ്യൽ മസിലാണ്. നമ്മൾ ജനിക്കുന്നത് മുതൽ മരിക്കുന്നതുവരെ ഒരു നിമിഷം പോലും റെസ്റ്റ് എടുക്കാതെ, ഒരിക്കലും ക്ഷീണിക്കാതെ പ്രവർത്തിക്കുന്ന മസിൽ. ഇനി നമ്മുടെ ലാസ്റ്റ് ടിഷ്യൂ, നെർവസ് ടിഷ്യൂ. ഇതിന്റെ ബേസിക് യൂണിറ്റാണ് ഈ ചിത്രത്തിൽ കാണുന്ന ന്യൂറോൺ അഥവാ നാഡീകോശം. നമ്മുടെ ശരീരത്തിലെ ഒരു ഇൻഫർമേഷൻ ഹൈവേ ആണ് ന്യൂറോണുകൾ എന്ന് പറയാം. തലച്ചോറിൽ നിന്നുള്ള മെസ്സേജുകൾ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും മിന്നൽ വേഗത്തിലെത്തിക്കുന്നതും തിരിച്ചു ബ്രെയിനിലേക്ക് കൊണ്ടുവരുന്നതും ഈ ന്യൂറോണുകളാണ്. ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് അറിയണോ? നമ്മുടെ ശരീരത്തിലെ ഒരൊറ്റ ന്യൂറോണിന് 1 മീറ്റർ വരെ നീളം വരാം. അതെ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ സെൽ ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം ന്യൂറോണാണ്. ശരി, നമ്മളിപ്പോൾ തിയറിയൊക്കെ അടിപൊളിയായി പഠിച്ചു. ഇനി ഇത് വെച്ച് ശരിക്കും വല്ല കാര്യമുണ്ടോയെന്ന് നോക്കണ്ടേ? മുൻ വർഷങ്ങളിലെ RRB പരീക്ഷകളിൽ നിന്ന് വന്ന കുറച്ച് ചോദ്യങ്ങൾ ചെയ്തു നോക്കാം. റെഡിയല്ലേ? ലെറ്റ്സ് ഡു ഇറ്റ്. ഇതാ നമ്മുടെ ആദ്യത്തെ ചോദ്യം. 2018-ലെ RRB ALP പരീക്ഷയിൽ ചോദിച്ചതാണ്. വിച്ച് ടിഷ്യൂ കണക്ട്സ് ബോൺ ടു ബോൺ, അതായത് എല്ലിനെ എല്ലുമായി ബന്ധിപ്പിക്കുന്ന ടിഷ്യൂ ഏതാണ്? നമ്മുടെ കോഡ് ഓർമ്മയുണ്ടോ? കറക്റ്റ്, ഉത്തരം ലിഗമെന്റാണ്. നമ്മുടെ കോഡ് എന്തായിരുന്നു? BLB, ബോൺ ലിഗമെന്റ് ബോൺ. സിമ്പിൾ അല്ലേ? അടുത്ത ചോദ്യം. 2018-ലെ ഗ്രൂപ്പ് D പരീക്ഷയിൽ നിന്ന് ബ്ലഡ് ഈസ് വിച്ച് ടൈപ്പ് ഓഫ് ടിഷ്യൂ, രക്തം ഏത് തരം ടിഷ്യൂ ആണ്? ഇത് നമ്മൾ പ്രത്യേകം എടുത്തു പറഞ്ഞതാണ്. യെസ്, ഉത്തരം കണക്റ്റീവ് ടിഷ്യൂ. കുറച്ചുകൂടെ സ്പെസിഫിക് ആയി പറഞ്ഞാൽ ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ. കണ്ടോ, നമ്മൾ പഠിച്ചത് അതുപോലെ തന്നെ വരുന്നത്. അവസാനത്തെ ചോദ്യം. ഇത് 2022-ലെ ഗ്രൂപ്പ് D പരീക്ഷയിൽ നിന്നാണ്. ദ ലോങ്ങസ്റ്റ് സെൽ ഇൻ ദ ഹ്യൂമൻ ബോഡി ഈസ്, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശം ഏതാണ്? ഉത്തരം ന്യൂറോൺ അഥവാ നെർവ് സെൽ. നമ്മളിപ്പോൾ ചർച്ച ചെയ്തതേയുള്ളൂ. കണ്ടില്ലേ, ഇങ്ങനെ കാര്യങ്ങൾ കണക്ട് ചെയ്ത് ഉദാഹരണങ്ങൾ വെച്ചു പഠിച്ചാൽ എത്ര എളുപ്പമാണെന്ന്. ഇനി ഈ ഭാഗത്തു നിന്ന് എന്ത് ചോദ്യം വന്നാലും നിങ്ങൾ ആൻസർ ചെയ്യും, ഉറപ്പാണ്. അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനുഷ്യ ശരീരത്തിന്റെ ബേസിക് ബ്ലൂ പ്രിന്റ് പഠിച്ചു. ഇനി നിങ്ങളുടെ വിജയത്തിലേക്കുള്ള അടുത്ത സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളിപ്പോൾ മനുഷ്യ ശരീരത്തിന്റെ ബ്ലൂ പ്രിന്റ് മാസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഇനി ഈ അറിവ് എക്സാം ഹാളിൽ ഉറപ്പുള്ള മാർക്കുകളാക്കി മാറ്റണം. നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെട്ടെന്ന് തോന്നിയാൽ ഉറപ്പായും ഒരു ലൈക്സ് തരുക. നിങ്ങളെപ്പോലെ പഠിക്കുന്ന കൂട്ടുകാരുള്ള സ്റ്റഡി ഗ്രൂപ്പുകളിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്തു കൊടുക്കുക. സിലബസിലെ അടുത്ത ടോപ്പിക് പഠിക്കാൻ വേണ്ടി ഈ പ്ലേലിസ്റ്റിലെ അടുത്ത വീഡിയോയിൽ ക്ലിക്ക് ചെയ്തോളൂ. പഠനം കുറച്ചുകൂടി അടിപൊളിയാക്കാൻ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് പഠിച്ചത് ഓർമ്മയുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ ഇൻട്രാക്റ്റീവ് ക്വിസുകൾ കിട്ടും. അതുമാത്രമല്ല, കേട്ടുകൊണ്ട് കാര്യങ്ങൾ മനഃപ്പാടമാക്കാൻ സഹായിക്കുന്ന അടിപൊളി ഓഡിയോ ക്ലാസുകളുമുണ്ട്. നിങ്ങൾക്ക് എന്ത് ഡൗട്ടുണ്ടെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഗ്രൂപ്പിൽ ചോദിക്കാം. സഹായിക്കാൻ ഞങ്ങളുണ്ടാവും. ഗ്രൂപ്പിൽ ചേരാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. RRB ALP ടെക്നീഷ്യൻ മാത്രമല്ല, RRB JE, NTPC, ഗ്രൂപ്പ് D
SSC, പോളിടെക്നിക് കോഴ്സുകൾ തുടങ്ങി എല്ലാ മത്സര പരീക്ഷകൾക്കുമുള്ള ക്ലാസുകൾ മലയാളം ഉൾപ്പെടെ എല്ലാ ഭാഷകളിലും നിങ്ങൾക്ക് ഈ ഒരൊറ്റ ചാനലിൽ കിട്ടും. നിങ്ങളുടെ വിജയമാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.